അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോഴികൾക്കൊക്കെ തേങ്ങാപ്പിണ്ണാക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം കൊടുക്കാൻ. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, അതേപോലെ നന്നായിട്ട് കുതിർത്തിയിട്ടൊക്കെ വേണം കോഴികൾക്ക് കൊടുക്കാൻ തന്നെ. അപ്പോൾ അത് ഒന്ന് രണ്ട് പേരായി വിളിച്ചപ്പോൾ ഒക്കെ പറയുന്നു കോഴികൾക്കൊക്കെ തേങ്ങാപ്പിണ്ണാക്കൊക്കെ കൊടുത്തിട്ട് ദഹന പ്രശ്നം ഇതൊക്കെ ഉണ്ടായി എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ അത് കൊടുക്കുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അല്ലാതെ കോഴികൾക്ക് അങ്ങനെ തേങ്ങാപ്പിണ്ണാക്കൊന്നും കൊടുത്തു എന്ന് കരുതിയിട്ട് നാടൻ കോഴികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാ കോഴികൾക്കും നമുക്ക് തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കാം, അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ കൊടുക്കണ രീതി നല്ല രീതിയിലെല്ലാം കുതിർത്തിയിട്ട് വേണം കോഴികൾക്കൊക്കെ കൊടുക്കുക. അതേമാതിരി ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കുകയും ചെയ്യരുത്. ഒരു 2 മാസമൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കാനും ഇതിനൊക്കെയുള്ള ഉഷാറായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കേ കൊടുക്കാനും പറ്റുള്ളൂ. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ 1 മാസമൊക്കെ ആയൊക്കെ തന്നെ തേങ്ങാപ്പിണ്ണാക്കൊന്നും കൊടുക്കരുത്. കാരണം അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കണതല്ലേ. അപ്പോൾ അത് ഈ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല കുതിർത്തിയിട്ട് കൊടുത്താലും ശരി, അത് അവർ കഴിക്കുമ്പോൾ കുറച്ച് അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ദഹിക്കാത്ത പ്രശ്നം ഇതൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വലുപ്പമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രം കൊടുക്കുക. ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും നമ്മൾ തേങ്ങാപ്പിണ്ണാക്കൊന്നും കൊടുക്കരുത്. 2 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമാവുമല്ലോ, ആ രീതിയിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക. 1 മാസം ആയപ്പോൾ തന്നെ തേങ്ങാപ്പിണ്ണാക്കൊന്നും കൊടുക്കരുത്. പിന്നെ നമ്മൾ കൊടുക്കുന്നതും അളവ് കുറച്ച് കൊടുക്കണം. കോഴികൾ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് കുറച്ച് മാത്രമേ തേങ്ങാപ്പിണ്ണാക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേ ഉമിയും തവിടൊന്നും കൊടുക്കണ ആ രീതിയിലൊന്നും തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കരുത്. നമ്മൾ കുറച്ച് മാത്രം എടുത്തങ്ങാണ്ട് കൊടുക്കുക. കോഴികൾ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട്. ഇപ്പോൾ ഇതുപോലെയല്ല ഇപ്പോൾ തേങ്ങാപ്പിണ്ണാക്ക് ഇരിക്കുക. ഇത് നന്നായിട്ട് കുതിർന്നിട്ട് വേണം നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കണ പോലാണെങ്കിൽ അത് പൊടിച്ചിട്ട് നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് കൊടുക്കണം. അല്ലാതെ വെറുതെ നമ്മൾ ഭക്ഷണത്തിൽ കുഴച്ചിട്ട് അപ്പം തന്നെ കോഴികൾക്ക് കൊടുക്കുകയും ചെയ്യരുത്. പൊടിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരമൊക്കെ വെച്ച് ഒന്ന് കുതിർന്നതിൻ്റെ ശേഷം കൊടുക്കുക. അതല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വെള്ളം പാർന്ന് നന്നായിട്ട് കുതിർന്ന് വന്നതിൻ്റെ ശേഷം മാത്രം അവരെ തീറ്റയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് എത്ര കോഴികളുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ അതേപോലെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ബാക്കിയുള്ള കഞ്ഞിവെള്ളമൊക്കെയാണെങ്കിൽ അത് ഒഴിച്ചിട്ട് അതും അങ്ങനെയും കുതിർത്താം. അല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളത്തിൽ കുതിർത്തി വെച്ചാലും മതി. അത് നമ്മൾ തീറ്റയൊക്കെ കൊടുക്കുന്നതിൻ്റെ കുറേ മുൻപ് തന്നെ വെള്ളം പാർന്ന് അവിടെ കുതിർത്തി വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ കുതിർന്ന് വരും. എന്നിട്ട് നമ്മൾ ചോറ് കൂടെ കുറച്ച് തവിട് ഇട്ടിട്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ രീതിയിലാണ് കൊടുക്കുക. അതിപ്പോൾ 1 മാസമൊക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണതാണ്. അവർക്ക് നമ്മൾ കുറച്ച് തവിടും അതുപോലെ ചോറും പിന്നെ അതിൽ കുറച്ച് സ്റ്റാർട്ടറോ അല്ലെങ്കിൽ ഗ്രോവറോ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കും. അവർക്ക് പിണ്ണാക്ക് അതിൽ ഉൾപ്പെടുത്തി കൊടുക്കില്ല. അവർ കുറച്ചും കൂടി വലുതായതിൻ്റെ ശേഷമാണ് കൊടുക്കുകയുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത് വലിയ കോഴികൾക്കുള്ളതാണ്. അവർക്കും ഇതേപോലെ ചോറും ചോളത്തോടും അതുപോലെ പിണ്ണാക്കും അസോളയാണ് ചേർത്തിട്ടുള്ളത്. അത് നമ്മൾ ചോളത്തോട് പറഞ്ഞാൽ കുറച്ച് പൊടി പോലത്തെ രീതിയിലുള്ളതല്ല, കുറച്ച് പോളാന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു ഉമ്മിയുടെ രീതിയിലുള്ളത് കിട്ടും. അതാണ് കുറച്ചും കൂടി നല്ലത് കോഴികൾക്ക് കൊടുക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ഈ കൊടുക്കണ ഇങ്ങനെ കുഴഞ്ഞ് പോവില്ല, നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പിണ്ണാക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് കുഴഞ്ഞ് വരില്ല. അപ്പോൾ അതിന് നല്ലതാണ്, ഏറ്റവും നല്ലതാണ് നമ്മൾ ചോളത്തോടും കൂടി ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഈ രീതിയിലുള്ള പോളാന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു ഉമ്മി പോലത്തെ രീതിയിൽ കിട്ടും. അപ്പോൾ അതാകുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് കഴിക്കാൻ ഇങ്ങനെ വെറുന്നനായിട്ട് കിട്ടും ചെയ്യും. പിന്നെ ഇപ്പോൾ അതേപോലെ ഇപ്പോൾ അസോളയൊക്കെ വളർത്തുന്നവർക്ക് അതാണ് ഇപ്പോൾ സൗകര്യവും. കാരണം ഇപ്പോൾ അധികം പുല്ലും ഇലകളൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ നല്ല ഇതുപോലെ അസോള നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ എപ്പോഴും അവർക്ക് ഇല കൊടുക്കാനുണ്ടാവും ചെയ്യും. അപ്പോൾ എല്ലായിടത്തും ഇലയും അത് പുല്ലും ഒക്കെ ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടും ഇല്ലാതൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. നല്ല വെള്ളമുള്ളിടത്ത് മാത്രമേ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്കൊക്കെ നല്ല ഇതുപോലെ അസോളയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കോഴിക്കുഞ്ഞുങ്ങൾക്കും വലിയ കോഴികൾക്കൊക്കെ കൊടുക്കാൻ നല്ല സൗകര്യമാണ്. അപ്പോൾ നമ്മൾ 3-4 പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു 1.5 അടം വെച്ചിട്ടൊക്കെ 2 ദിവസം കൂടുമ്പോഴോ ഒക്കെ കൊടുക്കാനൊക്കെ കിട്ടും. നമ്മൾ പിന്നെ ഇവിടെ ഇംഗ്ലീഷ് മുരിങ്ങ അറിയാം, മുരിങ്ങ അതേമാതിരി സാധാ മുരിങ്ങ, പിന്നെ വാഴയുടെ തൂമ്പ്, ഇണ്ണിപ്പിണ്ടി, വാഴങ്കൂമ്പ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അധികം അങ്ങനെയുള്ളതൊക്കെ തൊടുവിലുണ്ടാവുകൊണ്ട് അങ്ങനെയൊക്കെയുള്ളതൊക്കെ കോഴികൾക്കൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെയൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ഈ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ അസോളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി. അല്ലാതെ ഇപ്പോൾ ഈ വേനൽക്കാലത്തൊന്നും അധികം പുല്ലും ഇതൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടല്ലേ. അതല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നിടത്തുനിന്നൊക്കെ എടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ കൊടുന്നാൽ മതി. നമുക്കിതൊന്നും ഇല്ലാത്തവർക്കൊക്കെ കിട്ടാനൊക്കെ സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ നല്ലത് അതാണ്. പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടുന്നേലും കിട്ടുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ടുവരേ അല്ലെങ്കിൽ അടുത്തുനിന്നൊക്കെ കിട്ടുമെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുന്നിട്ടാണെങ്കിൽ ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ നല്ല രീതിയിൽ പുല്ലും അതേപോലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എണ്ണിത്തണ്ട് അതേപോലെ വാഴമാണി അങ്ങനെയുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ മാതിരി വാഴൻ്റെ ഇലയൊക്കെ നല്ല രീതിയിൽ ഇവർ കഴിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കൊടുന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ കുറേയൊക്കെ നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് തീറ്റയൊക്കെ കുറച്ച് എടുക്കുകയും ചെയ്യാം. പിന്നെ കൂട്ടിലൊക്കെ വളർത്തുന്ന കോഴികളാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ഇതൊക്കെ കൊടുത്താലാണ് നല്ല ഉഷാറായിട്ട് ഇരിക്കുകയും ചെയ്യുള്ളൂ.
പിന്നെ ഈ കോഴികളൊക്കെ തമ്മിൽ കൊത്തുകൂടിയിട്ട് ചില വീഡിയോയിലൊക്കെ കാണാം, കോഴികളൊക്കെ നല്ല അങ്ങനെ കൊത്തിയിട്ട് ബാക്കിലൊന്നും തൂവലില്ലാതെയും അങ്ങനെയൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഭക്ഷണത്തിൽ വരുന്ന ഈ ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് അതേമാതിരി നമ്മൾ കൂട്ടിൽ നിന്നിട്ട് ഇവരിങ്ങനെ ബോറടിച്ചിട്ടൊക്കെയാണ് തമ്മിലൊക്കെ കൊത്തുണ്ടാവും ഇതൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പുല്ലോ അങ്ങനത്തെ ഇലകളോ വാഴപ്പിണ്ടിയോ വാഴയുടെ കൂമ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് വെറുതെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ തമ്മിൽ ആ കൊത്തണോ ഇതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇവരൊക്കെ നമ്മൾ കൂട്ടിൽ നിന്ന് വിടാതെ നിർത്തണ കോഴികളൊക്കെ തന്നെയാണ്. പക്ഷെ ഇവർക്കൊന്നും ഇപ്പം അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. കാരണം ഇവർക്ക് ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ ഇതുകൊണ്ടാവും. ഒറ്റ കോഴികളെ തൂവലൊന്നും കൊഴിഞ്ഞിട്ടോ തമ്മിൽ കൊത്തിയിട്ടോ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നം ഇവിടുത്തെ ഒരു കോഴിയുടെ പോരും അങ്ങനെയൊന്നും തൂവലൊന്നും കൊഴിയലോ തമ്മിൽ കൊത്തലൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂട്ടിലും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലും ഇതേപോലെ തവിട് പുണ്ണാക്ക് അങ്ങനത്തെ കുറച്ചും കൂടിയൊക്കെ വെറും തീറ്റ മാത്രമല്ലാത്ത നമ്മളിപ്പോൾ ചിലവരൊക്കെ വെറും കോഴിത്തീറ്റയും ഈ ചോറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രം കൊടുക്കരുത്. അപ്പോൾ ഇതൊക്കെ കൊടുത്താൽ മാത്രം തന്നെയാണ് കോഴികൾക്ക് നല്ല ആരോഗ്യത്തിനും അവർ തമ്മിൽ കൊത്താതൊക്കെ ഇരിക്കുക. പിന്നെ നമ്മൾ മുട്ടത്തോടൊന്നും ഒരു തോട് പോലും കളയാതെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് കോഴികൾക്കൊക്കെ പൊടിച്ച് കൊടുക്കുക. പിന്നെ അതൊന്നും ഇപ്പോൾ വീട്ടിലധികം ഇല്ലാത്ത നമ്മൾ പുറത്തുനിന്നൊക്കെ ഇപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ തട്ടുകടയിൽ നിന്നും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നവരൊക്കെ നമുക്ക് ഓരോരുത്തരൊക്കെ പറയണത് കേട്ടിട്ടുള്ളതാണ്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും വാങ്ങിക്കൊണ്ടുവരില്ല. നമ്മളെ വീട്ടിലൊക്കെ തന്നെ നമ്മളൊന്നുപോലും കളയാതൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്കും കോഴികൾക്കൊക്കെ പൊടിച്ച് ഉൾപ്പെടുത്തിയിട്ടൊക്കെ കൊടുക്കണോണ്ട് തന്നെ ഇവിടുത്തെ കോഴികളൊക്കെ നല്ല രീതിയിൽ ഒന്നും ഒരു തൂവലൊന്നും കൊത്തിയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തു കൂടിയിട്ടൊന്നുമല്ല. ഒക്കെ നല്ല രീതിയിലുള്ള ഇവരൊക്കെ കൂട്ടിലിടുന്ന കോഴികൾ തന്നെയാണ്. ഈ വലിയ കോഴികളെ നമ്മൾ പുറത്ത് കൂടുള്ളൂ. ചെറുതിനൊക്കെ കുറച്ച് നേരം മാത്രമേ പുറത്ത് കൂടുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ കൂട്ടിൽ നിർത്തണ തന്നെയാണ്. പക്ഷെ എന്നാലും ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർ നമ്മൾ കൊടുക്കണ ഭക്ഷണത്തിൻ്റെ ഇതാവും. അങ്ങനെ ഈ കാലത്ത് പിണ്ണാക്കൊക്കെ പിന്നെ മില്ലിലൊക്കെ ചോദിച്ചാലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുന്ന് വെച്ചാൽ മതി. വേനൽക്കാലത്താകുമ്പോൾ കുറേ കാലം ഇരുന്നാലും പിണ്ണാക്കൊന്നും ഒരു കേടുമില്ലാതെ തന്നെ ഇരിക്കും. വർഷക്കാലത്ത് പൂപ്പൽ വരും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാലും മതി. അപ്പോൾ അതുപോലെ കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് തമ്മിലുള്ള ഈ കൊത്തും ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഇലകളും തന്നെ എവിടുന്നാണ് കിട്ടണമെങ്കിൽ സംഘടിപ്പിച്ച് കോഴികൾക്കൊക്കെ കൊടുക്കുക. എന്നാൽ അങ്ങനെ കൊത്തുകൂടുന്നതൊക്കെ ഒഴിവാക്കും ചെയ്യാം. അപ്പോൾ ഈ കോഴികളൊക്കെ ഇവർക്കൊക്കെ അതുമാതിരി ഇപ്പോൾ നമുക്ക് വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ തണ്ണിമത്തൻ്റെ തൊണ്ടും പിന്നെ ഈ ഫ്രൂട്ട് കടയിലൊക്കെ ചോദിച്ചാൽ മതി. പിന്നെ അവരൊക്കെ വേസ്റ്റ് ആക്കണതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ചോദിച്ചാൽ അവർ തരും. അവരും അത് ഒഴിവാക്കണതല്ലേ. അപ്പോൾ നമ്മൾ ചോദിച്ചാലും അത് തരാനൊന്നും മടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുന്ന് കൊടുത്താൽ ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് നിൽക്കണവരും കോഴി വളർത്താനൊക്കെ ഇപ്പോൾ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരുപാട് സ്ഥലവും സൗകര്യമൊന്നും ഉണ്ടായിട്ടൊന്നും ആവില്ല കോഴികളൊക്കെ വളർത്തുന്നത്. അപ്പോൾ അവരൊക്കെ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ടാണെങ്കിലും കോഴികൾക്ക് കൊടുക്കുക. നമുക്ക് വളർത്തിയെടുക്കുകയും ചെയ്യുക. പിന്നെ കോഴിക്കൂടൊക്കെ എപ്പോഴും വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത വീടുകളൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എപ്പോഴും കുമ്മായിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അറക്കപ്പൊടിയൊക്കെ എപ്പോഴും വാങ്ങാൻ നല്ല പൈസ കൊടുക്കണ്ട. അതിന് പകരം നമ്മൾ മണ്ണെണ്ണ ഇട്ട് കൊടുത്താലും മതി. വേനൽക്കാലത്തൊക്കെ മണ്ണിട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല. കൂടൊക്കെ നല്ല രീതിയിൽ തന്നെ കിടക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയോടത്ത് നിങ്ങളുടെ മണ്ണെണ്ണ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ ഉണങ്ങി കിടക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്താൽ മതി. അതുപോലെ നമ്മൾ പിന്നെ പാത്രങ്ങളൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടെടുക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾ വെള്ളം വേസ്റ്റ് ആക്കാമെന്ന് തോന്നണ്ട. നമ്മൾ നനക്കണ ചോട്ടിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടാണ് കഴുകുക. അപ്പോൾ നമ്മൾ നനയ്ക്കലും നടക്കും, അതുപോലെ പാത്രങ്ങൾ കഴുകലും നടക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഓരോന്നിനും ചോട്ടിലും കൊണ്ടുപോയിട്ടാണ് കോഴികളെ പാത്രമൊക്കെ കഴുകുക. അപ്പോൾ അതുപോലെ വെള്ളത്തിനൊക്കെ കുറവുള്ളവർക്ക് വേസ്റ്റ് വെള്ളം കൊണ്ടും ഒക്കെ നമ്മൾ തുറക്കണ വെള്ളം കൊണ്ടൊക്കെ കൂടിൻ്റെ നാലുപുറമൊക്കെ നനച്ച് കൊടുക്കുക. അതുപോലെ ഇവിടെ പാത്രമൊക്കെ കഴുകാനൊക്കെ അങ്ങനെ എടുത്തിട്ട് പിന്നെ നല്ല വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ആ രീതിയിലൊക്കെ നമ്മൾ ഉള്ളതുകൊണ്ട് ഉള്ള പോലെ വളർത്തിയെടുക്കുക. കോഴികളൊക്കെ വളർത്തിയെടുക്കണവർക്ക് ആഗ്രഹമുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സൗകര്യത്തിലും നമുക്ക് കിട്ടുന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ടും അല്ലാതെ ഒരുപാട് തീറ്റ കൊടുത്തിട്ടൊക്കെ വാങ്ങിയിട്ട് തന്നെ വളർത്താൻ നിന്നാലൊന്നും നമുക്ക് കോഴി വളർത്തലൊന്നും മുതലാവില്ല. അപ്പോൾ എങ്ങനെയൊക്കെ തീറ്റ കുറക്കാമെന്നൊക്കെ ഉള്ള ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ ആദ്യത്തെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടാൽ മതി. അപ്പോൾ എന്തൊക്കെ കോഴികൾക്ക് ഉൾപ്പെടുത്തി കൊടുക്കുക, എങ്ങനെയൊക്കെ നമ്മൾ തീറ്റ ചിലവ് കുറക്കാമെന്നൊക്കെ ഉള്ള നല്ല വീഡിയോകളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞതുമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കണ്ടാൽ നമുക്ക് എങ്ങനെയൊക്കെ കോഴികൾക്ക് എന്തെല്ലാം നമുക്ക് പൈസ ചിലവാക്കാതെ കൊടുക്കാമെന്നൊക്കെ ഉള്ള ഇതിൻ്റെയൊക്കെ നല്ല വീഡിയോകളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കോഴികൾക്ക് ഏറ്റവും വേണ്ട നല്ല വൃത്തി പോലെ കൂടും പരിസരവും അതേമാതിരി അവിടെ പാത്രങ്ങളും വൃത്തി പോലെ കൊണ്ടെടുക്കാൻ തന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെ അസുഖങ്ങൾ ഒരുപാട് വരാതിരിക്കും. നമ്മൾ കോഴികൾക്കൊന്നും അങ്ങനെ എപ്പോഴും അസുഖം വരലോ മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നും വരലില്ല.
അപ്പോൾ എൻ്റെ വീഡിയോന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.